ഇനി നമ്മൾ പോകുന്ന മുതിർന്ന CPIM നേതാവ് EP ജയരാജന്റെ ഓണ വിശേഷങ്ങളിലേക്കാണ്. കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരിലെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വീട്ടിലാണ്. ഓണനാളുകളിൽ, പ്രത്യേകിച്ച് ഉത്രാടം, തിരുവോണ നാളുകളിലൊക്കെ എന്ത് തിരക്കുണ്ടെങ്കിലും വീട്ടിൽ ഓടിയെത്തുന്ന CPIMൻ്റെ മുതിർന്ന നേതാവ് സഖാവ് EP ജയരാജൻ്റെ വീട്ടിലാണുള്ളത്. EP ഇപ്പോൾ വീട്ടിലുണ്ട്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഓണവിശേഷങ്ങളെന്ന് നമുക്ക് നോക്കാം. ജയരാജനും ഇന്ദിരേച്ചി നമ്മോടൊപ്പം ചേരുകയാണ്. ജയരാജ, ഓണം സന്തോഷം. വളരെ സന്തോഷം. എന്തായി ഓണത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ? 24 ചാനൽ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങളുടെ ചാനൽ തുറന്നാൽ ഈ ഓണാഘോഷ പരിപാടികളുടെ വ്യത്യസ്തങ്ങളായ കലാപ്രകടനങ്ങളും ആഘോഷങ്ങളും മത്സരങ്ങളും ഒക്കെയായി നിറഞ്ഞു നിൽക്കുകയാണ്. വളരെ നന്നായിട്ടുണ്ട് നിങ്ങളുടെ പെർഫോമൻസ്. അവരുടെ ഞാൻ പറഞ്ഞു തുടങ്ങിയതേ, ഈ ഓണനാളുകളിൽ, പ്രത്യേകിച്ച് ഉത്രാടം, തിരുവോണ നാളുകളിലൊക്കെ എന്തൊക്കെ തിരക്കുണ്ടായാലും വീട്ടിലേക്ക് ഓടിയെത്തുക, അത് ഒരു സന്തോഷമാണല്ലേ. ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഉത്രാടം, തിരുവോണം, അതുപോലെ തന്നെ വിഷു, ഈ ദിനങ്ങളിൽ വീട്ടിലുണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, അച്ഛനുള്ള സമയത്ത് അന്ന് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം ഒന്നിച്ചിട്ടാണ്. അന്ന് വീടുകളിൽ എല്ലാവരും ഉണ്ടാവും. നേരെ ഓണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഏറ്റവും ആദ്യം മനസ്സിലേക്ക്, ഓർമ്മയിലേക്ക് വരുന്ന കാര്യം എന്താണ്? അല്ല, തിരുവോണ നാളുകൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളിലെ സന്തോഷവും സംതൃപ്തിയും ഒരു ആഹ്ലാദവും പങ്കിടുന്ന ദിനമാണ്. പ്രധാനമായി ഈ തിരുവോണത്തിന് തൊട്ട് ദിനങ്ങളിലാണ്, മുൻപുള്ള ദിനങ്ങളിലാണ് ഈ ആലപ്പുഴയിൽ വള്ളംകളിയും ആറന്മുള വള്ളംകളിയും അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയമായിരിക്കും ഈ തിരുവോണ നാളുകളെല്ലാം. ചെറുപ്പകാലത്ത് എന്തെങ്കിലും പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യങ്ങളൊക്കെ? ഓണം എന്ന് പറയുമ്പോൾ ഒരു അത്തരത്തിൽ ചില ഓർമ്മകളുണ്ടാവും. പഴയ കാലങ്ങളെല്ലാം മാറിപ്പോയി. പണ്ട് ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്തും ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ ഈ ഓണം, അതിനു മുമ്പ് ധാരാളം വയലുകളാണ്. വയലുകളിൽ മുഴുവൻ നെല്ല് വിതച്ച് നെല്ല് വളർന്ന് കൊയ്ത്തിന് പ്രായമായി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങൾ, ഈ നെൽപ്പാടങ്ങളിലാണ് നെല്ലിപ്പൂ ഉണ്ടാവും. നെല്ലിപ്പൂ ഇന്നിവിടെ എനിക്കൊന്നും വഴി കാണാനില്ല. ഓണത്തിന് സിനിമ കാണുന്ന പതിവുണ്ടോ? അങ്ങനെ ഞാൻ സാധാരണഗതിയിൽ സിനിമ കാണുന്നത് വളരെ കുറവാണ്. സാധാരണ തന്നെ ഞാൻ സിനിമ കാണുന്നത് വളരെ കുറവാണ്. പിന്നെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു സിനിമ ഈ ടെലിവിഷനിലൊക്കെ വന്നിട്ടോ അല്ലെങ്കിൽ തേച്ചും കാണുന്ന സ്ഥിതിയില്ല. ഓണത്തിൻ്റെ സമയത്ത്, മറ്റാഘോഷങ്ങളുടെ സമയത്തൊക്കെ യുവജനകാലത്ത് സഹപ്രവർത്തകർക്കൊപ്പമൊക്കെ സിനിമ കാണാൻ പോയോ? അങ്ങനെ മുൻപ് സിനിമ കാണാൻ പോയിരുന്നു. ഞാൻ ഈ MLA ആയി ഇരുന്ന കാലത്ത് തിരുവനന്തപുരത്ത് പോയാൽ, അവിടെ നിന്നാണ് അധികം സിനിമക്ക് പോകുക. തിരുവനന്തപുരത്ത് പോയാൽ സമയമുണ്ടാവും, അപ്പോൾ പോയി സിനിമക്ക് അത്യാവശ്യം പോയി കാണുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. പിണറായിയൊക്കെ സിനിമ കാണാൻ താല്പര്യനായിരുന്നു. ഓണത്തിന് എപ്പോഴും വീട്ടിലുണ്ടാവാറുണ്ടല്ലോ? തീർച്ചയായും ഉണ്ടാവും. ഇവിടെ തന്നെ ഉണ്ടാവും. അതാണൊരു സന്തോഷം. അതാണ് സന്തോഷം. കുടുംബാംഗങ്ങൾക്കൊപ്പം. ഇപ്രാവശ്യം മോനും പിന്നെ ഫാമിലിയും ദുബായിലായിപ്പോയി. അവരിപ്പോൾ സ്കൂള് തുറന്നേ ഉള്ളൂ കുട്ടിക്ക്, അതുകൊണ്ട് അവരില്ല. മറ്റ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ ഉണ്ടാവും. സദ്യക്ക് ഇപ്പോഴും നോൺ വെജ് ഉണ്ടോ? അതുണ്ട്. എന്താണ് ഈ മുൻകാലത്ത് ഓണം എന്ന് പറയുമ്പം പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ? അല്ല, നമ്മൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞത് മുതൽക്ക് ഞങ്ങൾ 3 പെൺമക്കളാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും, അമ്മ, അച്ഛൻ, അമ്മമ്മ, എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഓണാഘോഷിക്കും. ചെറുമക്കളൊക്കെ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ടോ? അതുണ്ട്. എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ ഒരു, അല്ലേ, എന്നാലേ ഒരു ഓണം ഉള്ളൂ. അതാണ് ശരിക്കും പറഞ്ഞാൽ ഓണം. ഇല്ലെങ്കിൽ പിന്നെ എന്താണ് പ്രത്യേകത? നോൺ വെജ് ഉണ്ടല്ലേ? ഇതെന്താ കാര്യം എന്നറിയോ? ഈ ഓണസദ്യ എന്ന് പറഞ്ഞാൽ വെജാണ്, നോൺ വെജ് അല്ല. പക്ഷേ ഈ മലബാറിൽ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലൊക്കെ ഏറ്റവും കൂടുതൽ മത്സ്യവും മാംസവും ഉപയോഗിക്കുന്നത് ഈ ഓണം, വിഷു ദിവസങ്ങളിലെ സദ്യക്കാണ്. ചോദിച്ചോട്ടെ, ഡയറ്റ് ഉണ്ടോ? ഇല്ല, പക്ഷെ ക്വാണ്ടിറ്റി കുറച്ചൊന്നേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്തായാലും പിന്നെ ചെറുമക്കളൊക്കെ ഇല്ലാത്തതിന് ചെറിയൊരു അല്ല, കുട്ടികളെല്ലാം ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ സന്തോഷമായി തീരും.
കുട്ടികളിപ്പോൾ അവർ അവിടെ ഓണം ആഘോഷിക്കുന്നു. എന്തായാലും പതിവ് തെറ്റിക്കാതെ ജയരാജേട്ടൻ കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് ഇത്തവണയും ഓണാഘോഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.